ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ദിയമോൾ ജഗനോട് പറയുന്നുണ്ട് വന്ദന എൻ്റെ അമ്മയാണെന്ന്. ദിയമോൾ പറയുന്നത് കേട്ടിട്ട് ജഗന് ഷോക്കാകുന്നുണ്ട്. ജഗൻ വന്ദനയോട് ഫോണിൽ സംസാരിച്ച കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. ദിയമോളെ കുറിച്ച് സംസാരിച്ചതൊക്കെ ഓർക്കുന്നു. ജഗൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ദിയമോളുടെ വന്ദനാമ്മയാണെന്നൊക്കെ. ജഗൻ സങ്കടത്തോടെ ഹരിതയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഹരിതയോട് പറയുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് ചോദിക്കാനെന്ന്. ദിയ ആരാണെന്ന് ചോദിക്കുന്നു. ഹരിത അപ്പോൾ പറയുന്നുണ്ട് വന്ദനേച്ചിയുടെ മകളാണെന്ന്. ജഗൻ ചോദിക്കുന്നുണ്ട് ദിയയുടെ അച്ഛൻ ആരാണെന്ന്. ആ സമയത്ത് ഹരിത പറയുന്നുണ്ട് ദിയയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയെന്ന്. ജഗൻ അതോടെ കേൾക്കുമ്പോൾ വീണ്ടും സങ്കടമാകുന്നുണ്ട്. ജഗൻ വിചാരിക്കുന്നുണ്ട് വന്ദന ഒരു വിധവയാണെന്ന്. ജഗൻ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. അതേസമയം വന്ദന വിചാരിക്കുകയാണ് അച്ഛനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, വിക്രമിനെ കുറിച്ച് പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. വന്ദന ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും വന്ദനയെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നു. ചന്ദ്രിക പറയുന്നുണ്ട് വർഷയുടെ വിവാഹം നടന്ന സമയത്ത് വന്ദന ഒരുപാട് ദേഷ്യത്തോടെയാണ് നോക്കിയത്. വന്ദനയ്ക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. അവൾ നിൽക്കുന്ന സമയത്ത് വർഷയുടെ വിവാഹം നടക്കുന്നതിൽ അവൾക്ക് വേദനയുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയാണ്. ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട് എൻ്റെ മകളെ എനിക്കറിയാം, അവൾ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല, അവൾ വർഷയുടെ നല്ല ഭാവി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കുമെന്നൊക്കെ. മാധവൻ പറയുന്നുണ്ട് വന്ദനയുടെ വിവാഹം മുടങ്ങിയ സമയത്ത് എൻ്റെ നെഞ്ച് നിന്നു പോയതാണ്, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. വർഷയുടെ വിവാഹം നടന്നല്ലോ, വർഷയെ വിക്രം പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറയുന്നു. ഇനിയും വന്ദന മോൾക്കൊരു വിവാഹം നോക്കണം, അതിനുശേഷം നമ്മുടെ വീടെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കണമെന്നൊക്കെ പറയുന്നു. അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ വന്ദന വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛനോടും അമ്മയോടും ഒരു കാര്യവും തുറന്നു പറയാൻ പറ്റത്തില്ല, അവർ തകർന്നു പോകും, അതുകൊണ്ട് തൽക്കാലം പറയാൻ പറ്റത്തില്ലെന്ന് തന്നെ വന്ദന വിചാരിക്കുകയാണ്. വന്ദനയുടെ അടുത്തേക്ക് വർഷ വരുന്നുണ്ട്. വർഷ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങാൻ സമയമായെന്ന്. പെട്ടെന്ന് വിക്രമും അവിടേക്ക് വരുന്നുണ്ട്. വിക്രമും പറയുന്നുണ്ട് പുറപ്പെടാൻ സമയമായെന്ന്. മാധവൻ പറയുന്നുണ്ട് ചടങ്ങുകൾ കഴിഞ്ഞിട്ട് പോകാമെന്ന്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ഇനി എന്ത് ചടങ്ങാണുള്ളത്, എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കുണ്ട്, പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയുന്നു. വിക്രം പെട്ടെന്ന് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട്. വന്ദനയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. വർഷ എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് എല്ലാവരോടും പോവാന്ന് പറഞ്ഞ് യാത്ര ചോദിക്കുന്നു. വർഷ വന്ദനയുടെ അടുത്ത് ചെല്ലുമ്പോൾ വന്ദന വർഷയോട് പറയുന്നുണ്ട് നീ പോകുന്ന വീട്ടിലും ചുറ്റുമുള്ളതെല്ലാം ശ്രദ്ധിച്ചോണമെന്ന്, ശത്രുക്കളൊക്കെ ഉണ്ടാകും, എല്ലാം ശ്രദ്ധിച്ചോണമെന്നൊക്കെ പറയുന്നു. വിക്രം അപ്പോൾ പറയുന്നുണ്ട് മതി നമുക്ക് പോകാൻ സമയമായെന്ന് പറയുന്നു. വർഷ അപ്പോൾ പറയുന്നുണ്ട് എനിക്കിനി ഒരാങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിനുവിന്റെ അടുത്തേക്ക് പോകുന്നു. വർഷ വിനുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എല്ലാവരോടും യാത്ര ചോദിച്ചു പോകാൻ തുടങ്ങുന്നു. വിക്രം വർഷയോട് പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ സമയമായെന്ന്. എല്ലാവരോടുമായിട്ട് വിക്രം പറയുന്നുണ്ട് വർഷയുടെ കാര്യമോർത്ത് ആരും വിഷമിക്കേണ്ട, വർഷയെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു. ശേഷം വർഷയുടെ കൈ പിടിച്ച് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ജഗൻ വീട്ടിലേക്ക് വരികയാണ്. ജഗൻ വന്ദന ദേഷ്യത്തോടെ സംസാരിച്ചതൊക്കെ ഓർക്കുന്നു. ദിയമോൾ വന്ദനാമ്മയാണെന്ന് പറഞ്ഞതുമൊക്കെ ആലോചിക്കുകയാണ്. ജഗൻ ഒരുപാട് സങ്കടത്തോടെ പൂജാമുറിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയാണ് വന്ദന, അവളാണെങ്കിൽ ചന്ദ്രികാമ്മയുടെ മകളാണെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അവൾ കല്യാണം കഴിച്ചതാണെന്നും ദിയമോളുടെ അമ്മയാണെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നൊക്കെ പറയാണ്. ഇനി ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും അവളെ എടുത്തു കളഞ്ഞേക്കാം, ഞാൻ ശരിക്കും അവളെ മറന്നേക്കാമെന്നൊക്കെ ദൈവത്തോട് പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറുപ്പും എല്ലാവരും കാറിൽ വന്നിറങ്ങുന്നുണ്ട്. ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് വന്ദനയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വിക്രമിനെ കുറിച്ചാണ് വന്ദന ചിന്തിക്കുന്നത്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്